എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ധാരാളം ദൈവകൃപ ദൈവവചനത്തിലൂടെ വലിച്ചെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൃപ തരുന്നു. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. വെറുതെ ബൈബിൾ വായിച്ചാൽ മതി. ഒരിക്കൽ എസെക്കിയ ഫ്രാൻസിസ് എന്ന അനുഗ്രഹീത ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തമിഴ്നാട്ടിൽ ഒരു വലിയ ദൈവദാസനുണ്ട്. 1, 2, 3 ദിവസം ഒരു ഹോട്ടൽ മുറിയിൽ പോയിരുന്ന് 2-3 സ്നേഹിതരെ വിളിച്ചുകൊണ്ട് പോയിട്ട് രാപ്പകലിരുന്ന് ബൈബിൾ വായിക്കും. എന്നിട്ട് ക്രൂസൈഡിൽ പോകും. ആ ക്രൂസൈഡ് അസാധാരണ അത്ഭുതങ്ങളും അടയാളമായിരിക്കും. നമ്മൾ വായിക്കുന്ന, പ്രാർത്ഥനയോടെ വായിക്കുന്ന ഓരോ ഭാഗത്തും ദൈവശക്തിയുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്. എല്ലാ തിരുവെഴുത്തിനും ദൈവശക്തിയുണ്ട്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള ഏത് ഭാഗം വായിച്ചാലും ദൈവശക്തി വ്യാപരിക്കും. അതുകൊണ്ട് വേദപുസ്തകം നന്നായി വായിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കണം. ബൈബിളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരണം എല്ലാ സഭകളിലും. ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, വേദപുസ്തകവുമായി പലർക്കും ബന്ധമില്ലെന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലർക്കും ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. അതൊരു പൈശാചികത്വമാണ്. അതിനെ നമുക്ക് അതിജീവിക്കുവാൻ, കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ നമ്മെ തന്നെ കൊടുക്കാം. വേദപുസ്തകവുമായി നല്ല പരിചയം അത് നമുക്കുണ്ടാകട്ടെ. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബൈബിളില്ലാതെ നിങ്ങൾ എന്നെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ $50 നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് തരാം. എവിടെ പോയാലും ബൈബിളുമായിട്ട് പോയാൽ. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ അടുത്ത തലമുറകളെല്ലാം ശക്തിയോടെ ദൈവത്താൽ പ്രയോജനപ്പെട്ടു. അദ്ദേഹത്തെ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചത് ബൈബിൾ വായിക്കാൻ മാത്രമാണ്. ഇന്ന് നമുക്ക് ബൈബിളിനെ കുറിച്ച് ഒത്തിരി പുസ്തകമുണ്ട്, കമൻട്രീസ് ഉണ്ട്, ഹീബ്രു, ഗ്രീക്ക് എല്ലാം നമുക്ക് ലഭ്യമാണ്. എന്നാൽ വെറും ഒരു ബൈബിൾ മാത്രം വായിച്ചവർ നമ്മേക്കാളൊക്കെ ഒത്തിരി ശക്തരായിരുന്നു. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ ദൈവം നമുക്ക് തന്ന വേദപുസ്തകത്തെ നന്നായിട്ട് വായിക്കാൻ, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ഏകാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിന്നെ നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു ജീവിപ്പാൻ നിന്നെ ചേർന്നു ജീവിപ്പാൻ
നിന്നിൽ ചേർന്നു ജീവിപ്പാൻ എന്നെ ഞാൻ തന്നിടുന്നു. നിൻ കയ്യിൽ യാഗമായി സ്വീകരിക്കണമേ നീ. നിന്നിൽ ചേർന്നു ജീവിപ്പാൻ നിന്നെ പോലാകണം. നിൻ മുഖം കാണണം. നിൻ സ്വരം കേൾക്കണം. നിന്നിൽ ചേർന്നു ജീവിപ്പാൻ നിന്നിൽ ചേർന്നു ജീവിപ്പാൻ യേശുവേ. നിന്നിൽ ചേർന്നു ജീവിപ്പാൻ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 3 വാക്യങ്ങളാണ് ഇനി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതായത് 40 മുതൽ വായിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഗമാലിയേൽ പത്രോസിനെയും മറ്റുള്ള അപ്പോസ്തലന്മാരെയും കുറച്ച് നേരത്തേക്ക് പുറത്താക്കി അന്നത്തെ മത നേതാക്കന്മാർക്കൊരു ക്ലാസ് കൊടുത്തു. ഇവരുടെ കാര്യത്തിൽ അധികം ഇടപെടണ്ട, കാരണം ഇവരെ പോലെ കുറേ പേര് എഴുന്നേറ്റ് അതെല്ലാം ചിതറിപ്പോയി. ഇതുപോലെ ഒരുപക്ഷെ ഇവർ ചിതറിപ്പോകാനുള്ളതായിരിക്കും. മാനുഷികമെങ്കിൽ അത് ചിതറിപ്പോവും, ദൈവികമെങ്കിൽ നിങ്ങൾക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് 39-ാം വാക്യം. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനൊരു കൺഫ്യൂഷനുണ്ട്. ഇത് ദൈവികമാണോ മാനുഷികമാണോ? ഇത്രയും കാലം ബൈബിള് പഠിച്ച ഈ മനുഷ്യൻ, മശീഹായെക്കുറിച്ച് മുഴുവൻ പഠിച്ച മനുഷ്യൻ, ന്യായപ്രമാണം മുഴുവൻ എന്താ പറയുന്നേ? മശീഹ വരും, എന്നെപ്പോലൊരു പ്രവാചകൻ എഴുന്നേറ്റ് വരും, അവൻ പറയുന്ന സകലത്തിൽ അവൻ്റെ വാക്ക് കേൾക്കണം. ഗമാലിയേലിൻ്റെ കാലത്താണ് യേശു ജീവിച്ചിരുന്നത്. എന്നിട്ടും ഇദ്ദേഹത്തിന് യേശുവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ ഗമാലിയേലിനെ പോലൊരു സാമ്പത്തിക നിലയിൽ, അതുപോലൊരു വിദ്യാഭ്യാസത്തിൽ, ആ നിലവാരത്തിലുള്ള ഒരാൾ അവിടെ ചെന്നാലേ അദ്ദേഹത്തിനൊക്കെ അംഗീകരിക്കാൻ പറ്റും. പല PhD ഉള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഒരു സാധാരണക്കാരൻ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ആരംഗീകരിക്കാം? യേശു തന്നെ ചെന്നാൽ അദ്ദേഹം അംഗീകരിക്കത്തില്ല. കാരണം അവരതുപോലെ പഠിച്ച് 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 പഠനത്തിൻ്റെ ഉന്നതങ്ങളിലിരിക്കുന്നവരാണ്. അവർ വേറെ ലോകത്താണ്. അങ്ങനെ ആവശ്യമുള്ളത് പഠിക്കാതെ ആവശ്യമില്ലാത്തത് പഠിച്ചാൽ എങ്ങനെയുണ്ടാവും? ഒരിക്കൽ ഒരാൾ പഠിച്ച് 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 ബൈബിൾ കോളേജുകളിലൊക്കെ പഠിച്ച് അദ്ദേഹം ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് ചെങ്കടലല്ലെന്ന്, റെഡ് സീ അല്ല, റീഡ് സീ ആണ്. ഒരു ഞാങ്ങണ വളർന്ന ഒരു കൊച്ചു നദിയാണ്, അതിൽ മുട്ടോളം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഉപദേശി ഭയങ്കര പ്രസംഗമാണ്, എല്ലാവരും ഉറക്കമാണ്. ഒരമ്മച്ചി മാത്രം ഹല്ലേലൂയ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ അടുത്തോട്ട് ഇങ്ങനെ ഓടിച്ചെന്നു. അമ്മച്ചി അമ്മച്ചി എൻ്റെ ഏത് പോയിന്റ് കേട്ടിട്ടാണ് അമ്മച്ചി ഹല്ലേലൂയ പറഞ്ഞത്? അമ്മച്ചിയെ തൊട്ട ഭാഗം ഏതാണ്? അപ്പം അമ്മച്ചി പറഞ്ഞു, വലിയ പോയിന്റ് ഒന്നും കേട്ടിട്ടല്ല കുഞ്ഞെ, എന്നാലും ആ മുട്ടോളം വെള്ളത്തിൽ ഈ തടിയൻ ഫറവോനെ എൻ്റെ കർത്താവ് മുക്കിക്കൊന്നല്ലോ എന്ന് ഓർത്താണ്. അതായത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഫറവോനെ മുക്കിക്കൊന്ന ദൈവത്തെയാണ് അമ്മിച്ച് ധ്യാനിക്കുന്നത്. ഇവൻ മുട്ടോളം വെള്ളത്തിലാണ് ഇസ്രായേൽ മക്കൾ പോയെന്ന് പറയുമ്പോൾ ആ വെള്ളത്തിലാണ് ഫറവോനെ മുക്കിയത്. ഇപ്പം നമ്മുടെ ദൈവം
മുട്ടോളം വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ കഴിവുള്ളവനാണ്. അതിനകത്തും ആത്മീകം കണ്ടെത്തിയ ഒരു അമ്മച്ചിയായിരുന്നു ആ അമ്മച്ചി. ഇങ്ങനെയുള്ള അമ്മച്ചിമാരൊക്കെ മതി നമ്മുടെ കൂട്ടത്തിൽ. പറയുന്ന വചനങ്ങളെ വിമർശിക്കുന്ന ഒരു തലമുറ, ആ തലമുറ അപകടം പിടിച്ച തലമുറയാണ്. ഗമാലിയലിന് എല്ലാം അറിയാം. പഠിച്ച് 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 റീഡ് സീ ആക്കി കളയും. അങ്ങനെയുള്ള പഠനങ്ങൾ. ഒരിക്കൽ ഒരു സായിപ്പ് ഉപദേശിയാണ്, 2 കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എന്താണ് 2 കല്യാണം കഴിച്ചത്, 2 ഭാര്യ എന്ന് ചോദിച്ചപ്പോൾ അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണ്ടേ എന്നുള്ള വാക്ക് എടുത്തിട്ട് പറഞ്ഞു. അധ്യക്ഷൻ മൂലഭാഷയിൽ അധ്യക്ഷൻ ഏക ഭാര്യയുടെ എങ്കിലും ഭർത്താവായിരിക്കണം. അപ്പം ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ ആവശ്യത്തിന് മാറ്റുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ടാകുമെന്നാൽ സാക്ഷാൽ വചനമായി സ്വീകരിച്ച് കർത്താവിനെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് വരണം. ഗമാലിയേലിന് ആശയക്കുഴപ്പമാണ്. ഇത് ദൈവികമാണോ മാനുഷികമാണോ? പുരോഹിതന്മാർ പറയുന്നു ഇത് ദൈവികമല്ല, അപ്പോസ്തലന്മാർ പറയുന്നു ഇത് ദൈവികം മാത്രമാണ്. 3 വിഭാഗമാണ് അവിടെ കാണുന്നത്. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. അതിന് ഞങ്ങളും പരിശുദ്ധാത്മാവ് സാക്ഷികൾ. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടു. വേദപുസ്തകത്തിൽ പറയുന്ന മുഴുവനും ഞങ്ങൾ കണ്ടതാണ്. മശിഹായുടെ കൂടെ ഞങ്ങൾ നടന്നതാണ്. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് പോയി. 2 ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, പോയ യേശു ഇതുപോലെ വരുമെന്ന് പറഞ്ഞു. ഈ അനുഭവമുള്ളവരാണ്. ഞങ്ങളെ ഇളക്കി മറിക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല. ഈ ധൈര്യത്തിലാണ് അപ്പോസ്തലന്മാർ നിൽക്കുന്നത്. അപ്പം ഈ ഗമാലിയേലിൻ്റെ ഉപദേശം കേട്ടവർ, മഹാപുരോഹിതന്മാരും കൂട്ടരും, പിന്നീട് അവനെ അനുസരിച്ചിട്ട് അപ്പോസ്തലന്മാരെ വരുത്തി. അതാണ് 40-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5:40. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് വിട്ടയച്ചു. അന്നത്തെ അടി എന്നൊക്കെ പറഞ്ഞാൽ കോലുകൊണ്ടുള്ള അടിയാണ്. 40 അടിക്കേണ്ടത്, 39 അടി അടിക്കും. അതിൽ കുറഞ്ഞുള്ള അടിയൊന്നും അവർക്ക് പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 40 അടിക്കേണ്ടത്, എന്നാൽ 39 നിർത്തും. അങ്ങനെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 5 വട്ടം കോലുകൊണ്ട് 1 കുറകെ 40 അടിയും കൊണ്ടു എന്ന് പറയാൻ കാരണം അതാണ്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്, ഇതാണ് ഇവരുടെ വിഷയം. അതായത് ഈ നാമം പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകുന്നു, ഈ നാമം പറഞ്ഞാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നു, ഈ നാമം പറയുമ്പോൾ മരിച്ചവർ ഉയർക്കുന്നു. ഒരൊറ്റ നാമത്തിലാ കാര്യം നടക്കുന്നത്. ഈ നാമം ആരെടുത്തു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവ് വിളിച്ചു വേർതിരിച്ച ഓരോ വ്യക്തികളും എടുക്കുമ്പോൾ നടക്കുന്ന വിടുതൽ. ഈ നാമം പറഞ്ഞാൽ മഹാപുരോഹിതന്മാർക്ക് നിലനിൽപ്പില്ല. കാരണം വിശുദ്ധ സ്ഥലവും പ്രാകാരവും അതിപരിശുദ്ധ സ്ഥലവും എല്ലാം ഈ നാമം പറഞ്ഞാൽ ഇല്ല. കാരണം യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് അടിവരെ കീറിപ്പോയി. അടിയിൽ നിന്ന് മുകളിലോട്ടാ കീറിയെങ്കിൽ മനുഷ്യർ വലിച്ചു കീറിയെന്ന് പറയാം. എന്നാൽ അങ്ങനെ കീറാൻ പറ്റിയ കട്ടി തിരശീല അങ്ങനെ കീറാനൊന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ഇട്ടിരിക്കുന്ന മാറ്റ് കീറാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇതൊരു ഇഷ്ടികയുടെ കനമുണ്ട്, 4-5 ഇഞ്ച് കനമുള്ള ഒരു കാർപ്പറ്റ്. ആ കാർപ്പറ്റ് മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയെന്ന്. ഭൂമിയിൽ കൂരിരുട്ടുണ്ടായി. നല്ല ഉച്ച സമയത്ത് കൂരിരുളുണ്ടായി, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയി. എന്താണ്? ഇനി യേശുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി ഇനി വിശുദ്ധ സ്ഥലമില്ല, പ്രാകാരമില്ല, അതിപരിശുദ്ധ സ്ഥലമില്ല. ധൈര്യത്തോടെ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ അബ്ബാ പിതാവേന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തിലേക്ക് ചെല്ലാം. ഇതാണ് സുവിശേഷം. ഇനി പ്രാകാരത്തിൻ്റെ ആവശ്യമില്ല, ഇനി പ്രാകാരത്തിൽ നിൽക്കണ്ട, ഇനി വിശുദ്ധ സ്ഥലത്ത്
പുരോഹിതന്മാരുടെ യാഗത്തിന് അർത്ഥമില്ല. ആട്ടുകൊറ്റനെയും കാളയെയും യാഗപീഠത്തിന്റെ കൊമ്പുകളോളം വലിച്ച് കെട്ടണ്ട, യാഗമൃഗത്തിന്റെ തോലുരിയണ്ട, രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കാൻ പോകണ്ട. കാരണം ലോകസ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ട കുഞ്ഞാട് യഥാർത്ഥമായി വന്ന് ക്രൂശിൽ മരിച്ച് തൻ്റെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞതാണ്. ഇനി അതിൻ്റെ താഴെയുള്ള മൃഗങ്ങളുടെ യാഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം മനുഷ്യനായി വന്ന് യാഗമായി. ഇനി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. ദേവാലയത്തിൽ എന്താ പരിപാടി? യാഗം. പ്രാകാരത്തിൽ യാഗം, വിശുദ്ധ സ്ഥലത്ത് കുറെ ഉപകരണങ്ങൾ, അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം. ഇനി എന്തിനാണ്? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? യാഗം പൂർണ്ണമായി. പഴയ നിയമം ക്യാൻസലായി. യേശുവിൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആരംഭിച്ചു. ഇത് പറഞ്ഞ മഹാപുരോഹിതനെ അവൻ്റെ പഴയ പരിപാടി നടക്കുമോ? ജനങ്ങളോട് കാശ് വാങ്ങാൻ പറ്റുമോ? ഒരു മതമായി ഇത് കൊണ്ടുപോയാലല്ലേ അവനൊക്കെ ഞെളിഞ്ഞു നടക്കാൻ പറ്റൂ. ഇപ്പുറത്തെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വന്നവരെല്ലാം തങ്ങൾക്കുള്ളെല്ലാം വിറ്റ് കാൽക്കൽ വെക്കുകയാണ്. അങ്ങനെ ചെയ്താൽ എല്ലാവരിലും ഒരാളായിട്ട് ഇവരെല്ലാം മാറില്ലേ? അങ്ങനെയാണ് ഈ മതം എന്ന ഒരു സംവിധാനം ഇല്ലാതെ പോകില്ലേ? അതുകൊണ്ട് മതത്തെ നിലനിർത്താൻ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയാലും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് ബൈബിളിൽ വായിക്കുന്നുണ്ട്, ലേവ്യരിൽ പുരോഹിതന്മാരിൽ അനേകർ വിശ്വസിച്ചു, എന്നാൽ പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ, പള്ളിയിൽ നിന്ന് പുറത്താകാതിരിപ്പാൻ അവർ ഏറ്റുപറഞ്ഞില്ലെന്ന്. വിശ്വസിച്ചു ഹൃദയം കൊണ്ട്, ഏറ്റുപറഞ്ഞില്ല. വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഗമാലിയേലുമാരുമുണ്ട്. സത്യം അറിഞ്ഞിട്ടും അതിൽ തന്നെ നിൽക്കുന്ന കുറെ പള്ളിക്കാരുണ്ട്. എന്നാൽ പരസ്യമായി യേശുവിനെ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് വെള്ളത്തിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിഞ്ഞ് ഞാൻ ദൈവ പൈതലാണ്, ഞാൻ യേശുവിനോട് ചേർന്നു എന്ന് പറയുവാൻ തൻ്റെ ഇടം കാണിക്കുന്നവർ അന്നും ഇന്നും അഭിഷേകത്തിലേക്കും കൃപയിലേക്കും നിത്യജീവനിലേക്കും അവർ കയറി വരും. അവർ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായി തീരും. അവരെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഈ നാമത്തിൽ മിണ്ടരുത്. കാരണം ഈ നാമം പറഞ്ഞാൽ അവിടെ വിടുതലുണ്ട്. എല്ലാവരും പറഞ്ഞാലല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, യേശുവിനെ സ്വീകരിച്ചവൻ, കർത്താവിനെ പരസ്യമായി സാക്ഷീകരിച്ചവൻ, സ്നാനപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് ചുവടുകൾ വെക്കുന്നവൻ, യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് മറുപടി ഉറപ്പാണ്. അതുകൊണ്ട് ഇവർ പേടിച്ചിട്ട് പറഞ്ഞു, പറയരുതെന്ന് പറഞ്ഞ് ഇവരെ അടിപ്പിച്ചു. 41 തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അവർ നിരാശപ്പെട്ടെന്നല്ല, അടികൊണ്ടപ്പോൾ യേശുവിനെ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് നമ്മുടെ കർത്താവിനെ എന്തെല്ലാം ചെയ്തു. പിന്നെ നമുക്ക് ഈ 2 അടി കിട്ടിയതാണോ കാര്യം? നമ്മുടെ കർത്താവിൻ്റെ വേദനകൾ വെച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാവരും പൊയ്ക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിനേക്ക് ഇവർ ഓർത്തു. തള്ളിപ്പറഞ്ഞതൊക്കെ പത്രോസ് ഓർത്തു. അതിൻ്റെ എല്ലാം സമാധാനമായത് ഈ അടി കിട്ടിയപ്പോഴാണ്. കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റിയില്ലേ, നിന്ന് സഹിക്കാൻ പറ്റിയില്ലേ, പരസ്യമായി അടി കൊള്ളാൻ കഴിഞ്ഞില്ലേ, അവർ സന്തോഷിച്ചു കൊണ്ടുപോയെന്നാണ് നമ്മളോട് വായിക്കുന്നത്. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിൽ വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ കൊണ്ടുവന്ന മതം കൊണ്ടുവന്ന നിയമം അവർ തിരിഞ്ഞു നോക്കിയില്ല. കാരണം നിങ്ങളെക്കാൾ ദൈവത്തെ ഞങ്ങൾക്ക് അനുസരിക്കണം, ഞങ്ങൾക്ക് ഈ ഉത്തരവാദിത്വം തന്ന ദൈവമാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങൾക്ക് ഈ ദൗത്യം തന്നത് നിങ്ങളെ വിളിച്ച കർത്താവാണ്. ഇതാണ് നമ്മെ ഏൽപ്പിച്ച ജോലി.
വീട് വീടാന്തരം ഈ സുവിശേഷം അറിയിച്ച് യേശുവിനെ ഉയർത്തുവാൻ വിളിച്ചവരാണ് നാം. കർത്താവ് നമ്മെ അതിനുവേണ്ടി വിളിച്ചതാണ്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അതിനാണ്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, മാത്രമല്ല സ്വന്തം ജനമാണ്. ഈ ഒരു ബോധ്യത്തിൽ കർത്താവിന് വേണ്ടി സംസാരിക്കാൻ ആത്മീക തൻ്റെ ഇടത്തോടെ നമുക്ക് ജീവിക്കാം. അതിൻ്റെ നന്മ നമ്മളും നമ്മുടെ തലമുറകളും അനുഭവിക്കും. പല തലമുറകളിലേക്ക് ഈ അനുഗ്രഹം കടന്നു വരും. ഒരു ശാപത്തിനും രോഗത്തിനും ദുഷ്ടനും അടുക്കാൻ കഴിയാത്ത ദൈവകാവലിൽ നമ്മളായിത്തീരും. യേശുവിനെ ഉയർത്തുക, അത് നമുക്ക് മാനമണിയിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിന്ന് ധ്യാനിച്ച് തിരുവെഴുത്ത് പോലെ തന്നെ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ എത്ര നിന്ന് വന്നാൽ, എത്ര പ്രയാസങ്ങൾ വന്നാലും സുവിശേഷം എല്ലാവരോടും അറിയിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച ജ്ഞാനം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ കൃപ നൽകണം. ഗമാലിയലിനെ പോലെ തെറ്റായി വചനം വ്യാഖ്യാനിക്കാതെ അറിയാവുന്ന വചനത്തിൻ്റെ പൊരുളുകളെ പ്രാപിക്കുവാൻ ഫിലിപ്പോസിനെ പോലെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. അപ്പോസ്തോലിക ശുശ്രൂഷയിൽ എഴുന്നേൽക്കുവാൻ ഓരോ വ്യക്തികൾക്കും കൃപയുണ്ടാകട്ടെ. സൗഖ്യവും വിടുതലും പകരുന്നവരായി ഓരോരുത്തരെയും മാറ്റണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളോട് കൂടിയിരിക്കും. എവിടെയും യേശുവിൻ്റെ നാമം പറയുക, യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുക, യേശുവിനെ ഉയർത്തുക. കർത്താവ് സഹായിക്കട്ടെ. നാളെ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഇന്നും രാവിലെ 10:30 നമുക്ക് ചർച്ചിൽ വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിനം ഇന്ന് 10:30 നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. നാളെ രാവിലെ 10:30 നമുക്ക് പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.